സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഗൈഡൻസ് അനുസരിച്ച് ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. മാത്യു ചാപ്റ്റർ 8 വേർഡ് 17. ആ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. യേശു കർത്താവ് അനേകരെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് താൻ സൗഖ്യമാക്കിയവരുടെ എണ്ണം നിജപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ്. യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതുവാനിടയായി തീർന്നു: അവയുടെ മുഴുവൻ വിവരണത്തിന് താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പുസ്തകം ഭൂമിയിൽ ഒതുങ്ങുകയില്ല. അത്രയധികം എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങൾ, അതിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളത് മാത്രമാണ് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത്. മത്തായി 8:16 മുതൽ വായിക്കുമ്പോൾ, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. അപ്പോൾ ശ്രദ്ധിക്കണമേ, ദുരാത്മാക്കൾ പുറത്തു പോകുന്നു, സകല ദീനക്കാരും സൗഖ്യമാകുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ അനേകർ സൗഖ്യമായി. ഇവിടെ സുവിശേഷകനായ മത്തായി പറയുകയാണ്, ഇത് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. യെശയ്യാവ് 53-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് യെശയ്യാവിൻ്റെ ഈ പ്രവചനം നമുക്ക് കാണുവാനിടയായി തീരുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഓർപ്പിക്കുവാനുള്ളത്, യേശു കർത്താവ് നമ്മുടെ രോഗങ്ങളെ ചുമന്നു, നമ്മുടെ വേദനകളെ വഹിച്ചു എന്ന് യെശയ്യാവ് പ്രവചിച്ച പ്രവചനം യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ തന്നിലൂടെ നിവർത്തിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ക്രൂശീകരണത്തിന് ശേഷമല്ല. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം, ഒരു ദൈവവചന വെളിപ്പാട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളുമായി പങ്കുവെക്കുകയാണ്. അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു, വേദനകളെ വഹിച്ചു എന്ന് യെശയ്യാവ് 53-ൽ എഴുതിയിരിക്കുന്ന വചനം ക്രൂശീകരണത്തിൽ നിവർത്തിക്കപ്പെട്ടെങ്കിൽ, യേശു തൻ്റെ ക്രൂശിൽ കേവലം നമ്മുടെ പാപങ്ങളെ മാത്രമല്ല നമ്മുടെ രോഗങ്ങളെയും വഹിച്ചുവെങ്കിൽ, അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന വചനം ഉറപ്പ് നൽകിയെങ്കിൽ, ആ ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ, ആ ക്രൂശീകരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ വേദനകളെ അവൻ സൗഖ്യമാക്കുന്ന കാഴ്ചയാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയത്. ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാശയം. അങ്ങനെയാണെങ്കിൽ യേശു നമ്മുടെ രോഗങ്ങളെ ക്രൂശിൽ ചുമന്നു കഴിഞ്ഞപ്പോൾ, അവൻ അടികൊണ്ട് അവിടുത്തെ അടിപ്പുണരാൽ നമുക്ക് വേണ്ടി സൗഖ്യം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എത്രയധികമായി നാം സൗഖ്യമാകും. യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ, അവൻ വേദനകളെ ചുമന്നുവെങ്കിൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചുവെങ്കിൽ, ക്രൂശിക്കപ്പെട്ട ശേഷം ആ സൗഖ്യദായക ശക്തി പല മടങ്ങായി നമുക്ക് വേണ്ടി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ സൗഖ്യദായക ശക്തി നമുക്ക് വേണ്ടി ഇന്നും വർദ്ധിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കാം, അവൻ നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, ഈ വചനപ്രകാരം അവൻ ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു, സാക്ഷാൽ അവൻ ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ ഞങ്ങളുടെ വേദനകളെ ചുമന്നു എന്ന യെശയ്യാവിൻ്റെ പ്രവചനം, ആ പ്രവചനപ്രകാരം കർത്താവെ, അവിടുന്ന് അനേക രോഗികളെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സൗഖ്യമാക്കിയെങ്കിൽ, നിൻ്റെ വചനം പിന്നെയും ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അവിടുത്തെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ, അവിടുത്തെ ഉയർപ്പിൻ്റെ ജയത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി അത് 10 മടങ്ങായി ഇന്നും വ്യാപരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ വിടുതൽ ഈ പ്രഭാതത്തിൽ ഏറ്റെടുത്താട്ടെ. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലസ് യു.